ഏകദേശം 27 സെക്കൻഡുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ഇടുന്നതാണ്. അത് നിങ്ങൾ കേൾക്കണം. സാറേ ഒന്ന് സഹായിക്കുമോ സാറേ? സാറ് ഇതെല്ലാം ചെയ്യുന്നതാണല്ലോ എല്ലാവർക്കും വേണ്ടി. ഈ ഗ്ലോബൽ മലയാളി ന്യൂസിലൂടെ ഒന്ന് അറിയിക്കുമോ ഈ മെഡിസപ്പിൻ്റെത് എന്താ അവർ ഇതുവരെ സൈറ്റ് ഓപ്പൺ ആകാത്ത? നമ്മൾ ആശുപത്രിയിൽ പോയി ഒന്ന് മൊത്തം കാശും കൊടുക്കേണ്ടി വരിക, നമ്മുടെ മെഡിസിപ്പിൽ അവർ പൈസ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാറ് ഒരു വീഡിയോ ചെയ്തെങ്കിൽ എല്ലാവരും അറിഞ്ഞേനുമല്ലോ ഈ ഗവൺമെൻറ് ഇങ്ങനെ നമ്മളെ പറ്റിക്കുകയാണെന്ന്. ഈ വോയിസ് ക്ലിപ്പിൻ്റെ ഉടമ രാവിലെ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ എന്നോട് വിളിച്ചെടുത്തോണ്ട് പറഞ്ഞ് കരയുകയായിരുന്നു. അത് മെഡിസിപ്പിൽ സൈറ്റ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പൈസയുമില്ല, മെഡിസിപ്പിൽ പിടിച്ചതുമാണ്, പണം പിടിച്ചതുമാണ്, പക്ഷേ മെഡിസിപ്പിൽ ക്ലെയിം കിട്ടും എന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ പോയത്. പക്ഷെ അവർക്ക് സൈറ്റ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടി ഈ കരച്ചിനിടെ പറഞ്ഞപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മെഡിസിപ്പ് വീഡിയോ ഒക്കെ ചെയ്തെങ്കിലും ഞാൻ ആ വിഷയങ്ങൾ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് അതിനകത്ത് ഏറെ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു ഫോൺ കാൾ. പക്ഷെ അതിൻ്റെ ഒരു സങ്കടത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിൻ്റെ ഏതെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ ഒരു പ്രതിഷേധം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തോ. എങ്കിൽ പിന്നെ ഞാൻ കട്ട് ചെയ്ത മറ്റൊന്നുമല്ല, ഇലക്ഷൻ സമയമാണ്, വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ട, അവസാനം അത് ഞാനെന്തോ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് ചെയ്തു അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായി ചെയ്തു എന്നൊക്കെ വരും എന്ന് വിചാരിച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. പക്ഷേ പെട്ടെന്ന് എനിക്ക് ഒരു മെസ്സേജും വാട്സപ്പിൽ മെസ്സേജും വന്നു. അതാണ് ഞാൻ ഇതിനകത്ത് ഇടുന്ന മെസ്സേജ്. എന്താണ് ശരിക്കും മെഡിസിപ്പിന് സംഭവിച്ചിരിക്കുന്നത്? മെഡിസിപ്പ് പല രൂപത്തിലാണ് ആ വിഷയം പോകുന്നത്. ആദ്യം 300 രൂപ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, 3 വർഷത്തേക്കെന്ന് പറഞ്ഞു, പിന്നെ അത് 800 രൂപയായി ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അത് പിന്നെ കുറേ ഹോസ്പിറ്റലുകളില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് 46,000 രൂപ മറ്റോ ആയി കുറച്ച് ദിവസം മുമ്പ്. അതിൻ്റെ ക്ലെയിം എന്തോ അവർക്ക് കിട്ടി. പക്ഷേ 5,000 രൂപ എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ 5,000 രൂപ ഹോസ്പിറ്റലുകാർ എടുത്തു. ചോദിച്ചു പറഞ്ഞ് മെഡിസപ്പിൽ 5,000 രൂപ ഹോസ്പിറ്റലിനുള്ളതാണെന്ന്. അത് അറിയത്തില്ല, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അങ്ങനെ 5,000 രൂപ ഹോസ്പിറ്റലിനുണ്ടോ. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു ഗുണഭോക്തൃ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. അല്ല എന്താ പറയാൻ, ആളുകളോട് എന്താ പറഞ്ഞു കൊടുക്കാൻ നമുക്ക്? ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കൊണ്ട് കുറച്ച് പേർ കേസ് കൊടുത്തു, അവരെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് മെഡിസപ്പിൽ നിന്ന്. ഒരു ഇടവേളയ്ക്ക് ശേഷം മെഡിസപ്പ് വീണ്ടും വളരെ സീരിയസ് ആയിട്ട് വരികയാണ്. ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഒന്ന് സൈറ്റ് ഓപ്പൺ ആകുന്നില്ല, സമയത്തും കാലത്തും ഒന്നും സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. അതിൻ്റെ പ്രശ്നം വളരെ വലുതാണ്, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇത് ക്ലെയിം ചെയ്താൽ അത്രയും തുക കിട്ടുന്നില്ല. ഹോസ്പിറ്റലുകാർ ഇടയ്ക്ക് പണം എടുക്കുന്നു, 5,000 10,000 ഒക്കെ ഹോസ്പിറ്റലുകാർ എടുക്കുന്നു. പല അസുഖങ്ങൾക്കും ഇതിനകത്ത് ക്ലെയിം കിട്ടുന്നില്ല. കാലുമുട്ട് മാറ്റി വയ്ക്കുക, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്, വളരെ മാരകമായി പണച്ചെലവുള്ള അസുഖങ്ങളുണ്ട്. അതിനൊന്നും മെഡിസപ്പിൽ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വളരെ രസകരമാണ് ഇങ്ങനെ ഒരു പദ്ധതി. അപ്പോൾ ഇനി വേറൊരു തമാശ എന്തെന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാരിൻ്റെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് പേർ, ഫാമിലി റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്നവർ വരെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്, അപ്പോൾ ചേരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷൻ ഇല്ല. ഗവൺമെൻറ് ഒരു വെൽഫെയർ സ്കീം ആയതുകൊണ്ട് വെൽഫെയർ സ്കീമിൽ എല്ലാവരും ചേർന്നേ പറ്റൂ, ഓപ്ഷൻ ഇല്ല. പക്ഷെ ഒരു ഓപ്ഷൻ കൊടുക്കണ്ടേ? താല്പര്യം ഒരു ഇൻഷുറൻസ് സ്കീം എന്നുള്ള നിലയിൽ, ഒരു ഹെൽത്ത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം എന്നുള്ള നിലയിൽ താല്പര്യമുള്ളവർ ചേരട്ടെ, താല്പര്യമില്ലാത്തവർ ചേരാതിരിക്കുന്നവർ പണം അടയ്ക്കാതിരിക്കട്ടെ. ഈ ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കൊടുക്കണ്ടേ? കൊടുക്കത്തില്ല. അപ്പോൾ ഇതൊരു വലിയ തട്ടിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പരാതിയാണ്. ഇലക്ഷൻ സമയത്തും മെഡിസപ്പിനെ കുറിച്ച് വളരെ വ്യാപകമായ പരാതിയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ പരാതി രഹിതമായി ഇത് കൊണ്ടുപോകാൻ സർവീസ് സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും ഗൗരവമായി ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആശുപത്രിയിൽ പെട്ടെന്ന് ചെല്ലുന്നു. സ്വാഭാവികമായിട്ട് നമ്മളെ മലയാളിയുടെ ട്രെൻഡ് അനുസരിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൂടുതൽ പേര് പോകുന്നത്. ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ 65% ആളുകൾ മുതൽ 70% പേര് വരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സർക്കാർ ഹോസ്പിറ്റലിൽ പല കാരണങ്ങളാലും അവർ പോകാറില്ല. തിരക്ക്, പിന്നെ ആശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടുമോ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സ്വകാര്യ ആശുപത്രിയിലാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ചെറിയ അസുഖത്തിന് പോലും വലിയ പൈസ മേടിക്കുന്ന കാലഘട്ടമാണ്. ചെറിയൊരു പനിയായിട്ട് പോയാലും ECG എടുക്കുന്നു, എക്സ്റേ എടുക്കുന്നു, ചിലപ്പോൾ സ്കാൻ ചെയ്യുന്നു, സകല ബ്ലഡ് ടെസ്റ്റ് നടത്തും. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് വലിയ പണച്ചെലവ് വരും. മുമ്പൊരു ജനറൽ മെഡിസിൻ ഒരാളിനെ കൊണ്ട് കാണിച്ചാൽ ഒരു പനി വന്നാൽ അദ്ദേഹത്തിന് 150 രൂപ കൊടുത്താൽ തീരുന്ന വിഷയമാണ്. ഇതിപ്പോൾ അതല്ല. പിന്നെ മെഡിസിൻ വാങ്ങിച്ചാൽ ഇതിപ്പോൾ അതല്ല. ചിലപ്പോൾ 1,000, 2,000, 10,000 രൂപ ഇങ്ങനെ ചിലപ്പോൾ കിടക്കണം. അപ്പോൾ ഈ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ ഒരുപാട് വരുന്നൊരു കാലഘട്ടത്തിൽ BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ് ജീവിതശൈലി രോഗങ്ങളും ധാരാളം വരുന്ന ഈ കാലഘട്ടത്തിൽ ക്യാൻസർ പോലുള്ള പാരാലിസിസ് പോലുള്ള ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് പേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ മെഡിസെപ്പിനെ കുറിച്ച് വളരെ വ്യാപകമായ ഒരു ആക്ഷേപം കേൾക്കുന്നത്. നമുക്കത് എന്താണ് ചെയ്യുന്നറിയില്ല. ഗവൺമെൻറ് അത് എന്തെങ്കിലും ഒരു നടപടി, ഇത് ബാലഗോപാലൊക്കെ ഇത് എത്തിക്കണം. ആ വീഡിയോ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ട്രഷറിക്കാരെയും മന്ത്രിയൊക്കെ ഇത് കാണുന്നവർ വീഡിയോ ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്ത് എല്ലായിടത്തും എത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും എത്തട്ടെ, മന്ത്രിമാരും ഒക്കെ ഇത് കാണട്ടെ. എന്തായാലും ഒരു വീട്ടമ്മയുടെ ആ സങ്കടം 27 സെക്കൻഡേ ഉള്ളൂ അവർ രേഖപ്പെടുത്തി. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റായി സർക്കാർ ലോഞ്ച് ചെയ്ത ഒരു വെൽഫെയർ മെഷറായിട്ട് സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതി കുരിശായിരിക്കുകയാണ്. കൂനിന്മേൽ കുരു പോലെ ആളുകളുടെ കയ്യിൽ നിന്ന് 800 രൂപ പൈസയും മേടിക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാക്കുകയാണ്. അത് കട്ടാക്കിയിട്ടാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും. മെഡിസെപ്പ് കട്ട് ചെയ്യുകയാണ്, വേണ്ടാത്തവരിൽ നിന്നും കട്ട് ചെയ്യുകയാണ്. സ്റ്റാർ ഹെൽത്ത് എടുത്തവരുണ്ട്, മറ്റ് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ എടുത്തവരുണ്ട്, ഫാമിലി ഇൻഷുറൻസ് സ്കീമുകൾ മറ്റൊരുപാട് കിട്ടുന്നവരുണ്ട്. അവരെല്ലാം കൊണ്ട് ഇത് എടുപ്പിച്ചിരിക്കുന്ന, നിർബന്ധിച്ച് അവരെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു സ്കീമായി ഇത് മാറിയിട്ടുണ്ട്. അവിടെ 2 കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കണം. ഒന്ന്, അടിയന്തരമായി ഇതിൻ്റെ സൈറ്റ് കൃത്യമായ ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലേക്കുള്ള അപ്ഡേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സൈറ്റ് ലഭ്യമാക്കണം. അല്ലെങ്കിൽ മൊബൈൽ ആപ്പ്, ഇതിനു വേണ്ടി ഒരു മൊബൈൽ ആപ്പ് റെഡിയാക്കിയാലും ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ്, രോഗങ്ങൾ, കിട്ടുന്ന രോഗങ്ങൾ, കിട്ടാവുന്ന എമൗണ്ടിൻ്റെ തുകയുടെ ഒരു ലിമിറ്റ്, ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായൊരു ഗൈഡ് ലൈൻ കൂടി ഇറങ്ങുന്നത് നന്നായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഏതൊക്കെ രോഗങ്ങൾക്ക് മരുന്ന് കിട്ടും, അല്ലെങ്കിൽ ചികിത്സ കിട്ടും, റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും എന്നുള്ളതും ജനങ്ങളെ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ്. സൈറ്റിൻ്റെയും ഈ റീഇംബേഴ്സ്മെൻറ്റിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി പരിഹരിക്കണം. അതുപോലെ ഹോസ്പിറ്റലിന് കമ്മീഷനുണ്ടോ ഇല്ല, അവർക്ക് ഏതെങ്കിലും ഒരു എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി കോസ്റ്റോ എന്തെങ്കിലും ഒരു കോസ്റ്റ് എടുക്കാൻ വകുപ്പുണ്ടോ എങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് എന്നുള്ളതിനെ സംബന്ധിച്ചും സർക്കാർ തീരുമാനമാക്കണം. അതിങ്ങനെ ഒരു നല്ല ക്ലാരിറ്റിയോട് കൂടി പദ്ധതി വരട്ടെ. എന്നിട്ടത് ഓപ്ഷനിലാക്കുക. ഓപ്ഷനിലാക്കുമ്പോൾ താല്പര്യമുള്ളവർ ചേരും, താല്പര്യമുള്ളവർ ചേരാതിരിക്കട്ടെ.